എല്ലാവർക്കും നമസ്കാരം. ഞാൻ യാസർ എടപ്പാൾ. അബു അരീക്കോട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ ചില കാര്യങ്ങൾ കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയാലോ, അത് CPM-കാരായിട്ടുള്ള ആളുകൾക്കാണ്. കാരണം നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്, നിങ്ങളുടെ കയ്യിലാണ് പോലീസ് ഉള്ളത്, നിങ്ങളുടെ പ്രവർത്തകനാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവൻ ഈ കാലം വരെ നിങ്ങളുടെ പാർട്ടിയുടെ ന്യായീകരണങ്ങളും നിങ്ങളുടെ പാർട്ടിയുടെ വേദികളും നിങ്ങളുടെ പാർട്ടിയുടെ ആദർശങ്ങളും മാത്രമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് അയാള് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അയാൾക്ക് നീതി കൊടുക്കേണ്ട കാര്യത്തിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അയാളോട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു അനീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാണിച്ചതല്ല, നിങ്ങളുടെ പാർട്ടിക്കാർ കാണിച്ചിട്ടുള്ളത്. ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, അത് ഇപ്പോഴും തിരുത്തേണ്ടതാണ്. നിങ്ങളുടെ പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ ഒരുപാട് വേദിയിൽ കയറി പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് അബു അരീക്കോട്. പക്ഷേ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരാരും അബു അരീക്കോടിന്റെ ഒരു പോസ്റ്റ് ഞാൻ വസീഫിന്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇത് ചെയ്യാം. ഇട്ടിട്ടില്ലെങ്കിൽ അവരോട് ബന്ധമുള്ള ആരെങ്കിലും ഒക്കെ പോയിട്ട് പറയണം അത് പോസ്റ്റ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല, എന്റെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്കൊക്കെ ഒരു ആശ്വാസം തന്നെയാണ്. ഇതൊരു ഉപദേശമാണ്, ഇത് രാഷ്ട്രീയമല്ലാട്ട. തീർച്ചയായിട്ടും അങ്ങനെ ഇത് ഞാൻ രാഷ്ട്രീയമേ അല്ല പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലേ, മാക്സിമം പറ്റാവുന്ന ആളുകളൊക്കെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, ആ കുറ്റവാളികൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളും രക്ഷപ്പെടരുത് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് പലപ്പോഴും അബുവിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയപരം മാത്രമാണ്. അതിനപ്പുറത്തുള്ള ഒരു വിയോജിപ്പും കാര്യങ്ങളും അയാളുടെ അടുത്ത് എനിക്കുണ്ടായിട്ടില്ല. ഇനി കാര്യങ്ങളിലേക്ക് വരാം. അബു അരീക്കോട് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് വിശ്വസിക്കുന്ന 1% ആളുകൾ പോലും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. ഏത് മനഃശാസ്ത്ര വിദഗ്ധനാണെങ്കിൽ പോലും അവർ പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന തോന്നലാണ് അത് മരണം വരെ എത്തിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അബു അരീക്കോടിനെ ഇപ്പൊ ഇതിന്റെ ഡൈവേർഷൻ നിങ്ങൾ നോക്കുക. ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുപോലെ ഹൈദർ മധൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുപോലെ സലീം ബിൻ കാസിം എന്ന് പറയുന്ന വ്യക്തി, ഈ 3 പേരുടെ പേര് ചേർത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയ ചർച്ചയുമായിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ തന്നെയാണ് ഓരോ തെളിവുകളും വന്നതും. അബുവിന് ഈ പറയുന്ന ഹൈദർ മധൂരിനെയും അതുപോലെ ഈ സലീം ബിൻ കാസിമിനെയും ഭയമാണ് എന്നുള്ളത് അടക്കം അബു പറയുന്നതിന്റെ വോയിസ് മെസ്സേജസ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ സംഗതി. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് ഈ കാരണം കൊണ്ടാണോ അയാൾ മരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒരാൾക്കും അറിയില്ല. അബു അരീക്കോട് മരിച്ചതിന്റെ ഡീറ്റെയിൽസ് അറിയാത്ത ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അയാൾ ആത്മഹത്യ ചെയ്തിരുന്നത് ഒരു ജനൽ കമ്പിയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ജനൽ കമ്പിയിൽ ആത്മഹത്യ ചെയ്ത് തൂങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ കാല് നിലത്ത് തട്ടിയിട്ട് ബെൻഡായിട്ടാണ് നിന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. കയ്യിൽ രക്തം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, അവനവന് ആത്മഹത്യ ചെയ്യുമ്പോൾ പിടിക്കാൻ പറ്റുന്ന സ്ഥലം കാലിന്റെ തൊടയാണ്. അവിടെ പിച്ചിട്ട് ഇറുക്കിയിട്ട് മുറിയാക്കാം. പക്ഷെ അയാളുടെ കാലിൽ മുറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ആ പിടുത്തത്തിന്റെ ബലത്തിൽ അല്ലെങ്കിൽ കഴുത്തിൽ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കുന്ന അതിൽ ചിലപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് നഖത്തിന്റെ ഇടയിൽ നിന്ന് എവിടെന്നെങ്കിലും വന്നതായിരിക്കാം എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, UDF-കാരുടെ അടുത്തൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഈ അബു മരണപ്പെട്ടതിന് അനുശോചനം അറിയിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിരുന്ന UDF-കാരാണ്. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഇട്ടിട്ടുണ്ട്, ഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ ഇട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന എല്ലാവരും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പ്രതികളെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോ ഈ 3 പേരുടെ പേരുകൾ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഇത് ലോണുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് അബു അരീക്കോട് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഉറപ്പിച്ചത്? ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്കിൽ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇടുകയാണ്. എന്നാലും എന്റെ പ്രിയ കൂട്ടുകാരാ, നീ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന വ്യക്തി ഇടുകയാണ്. അതേ സമയത്ത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുള്ള ഹൈദർ മധൂർ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ സലീം ബിൻ കാസിം എന്ന് പറയുന്ന വ്യക്തിയും, ഈ 2 വ്യക്തികളും ഈ പറയുന്ന ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ആളുടെ സുഹൃത്താണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അയാളുടെ വേണമെങ്കിൽ കോൾ ലിസ്റ്റ് പുറത്തിടാൻ പറ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എത്ര തവണ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അടക്കമുള്ളത്, അവരുടെ കോൾ ലിസ്റ്റ് അടക്കമുള്ളത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ സുഹൃത്തുക്കളാണ്. എന്നാലും ഇപ്പോഴും ഞാൻ പറയുന്നത് അവരാണ് അബുവിന്റെ മരണത്തിന് കാരണം എന്നുള്ളത് ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് പറയില്ല, കാരണം എനിക്കത് അറിയാത്ത കാര്യമാണ്. പക്ഷെ മുൻപ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അബു തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നതല്ല, അബു അരീക്കോട് തന്നെ പറയുന്നതിന്റെ വോയിസ് കോൾ റെക്കോർഡിങ് ഞാൻ മുമ്പ് പുറത്തു വിട്ടതുണ്ടായിരുന്നു. ഇപ്പോഴും അത് എല്ലാ സോഷ്യൽ മീഡിയയിലും കളിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. എനിക്ക്
ഈ പറയുന്ന സലീലിനെയും അതുപോലെ ഈ പറയുന്ന ഹൈദർ മധൂറിനെയും പേടിയാണ് എന്ന് പറയുന്നത് ഉണ്ട്. അവര് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു, MDMA അടക്കമുള്ളത് എന്റെ കൂടെ ഉള്ളപ്പോൾ ഉപയോഗിച്ചിരുന്നു, എനിക്ക് അത് കണ്ടിട്ട് പേടിച്ചിരുന്നു, അവരത് വിറ്റിരുന്നു എന്നുള്ളത് അടക്കം ഉള്ള കാര്യങ്ങൾ ഈ അബു അരീക്കോട് തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെന്തോ ആവട്ടെ, ഇനി കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. ഇതില് പ്രതികളാണ് എന്ന് ഞാൻ ആരോപിക്കുന്ന വ്യക്തികളായിട്ടുള്ള ഈ 3 പേര്, ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന വ്യക്തി, ഹൈദർ മധൂർ എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ സലീൽ എന്ന് പറയുന്ന വ്യക്തി, ഇവർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു ജോലിക്കും പോയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ തന്നെ പരിശോധിച്ചു, എന്തെങ്കിലും ഒരു പ്രൊഫൈൽ ഉണ്ടോ? ഞാൻ ഒരു കമ്പനിയുടെ മാനേജറാണ്, ഷിപ്പിംഗ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്റെ ഇൻകം എന്ന് പറയുന്നത് അതാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്താണ് വരുമാനം? ഇവരൊരു ജോലിക്കും പോകുന്നില്ല, എന്നാൽ ഇവർ ജീവിക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ പരിപാടി മറ്റു 2 പേരുടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് ഒരാളെ കുറിച്ചിട്ട്, ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഇടും സോഷ്യൽ മീഡിയയിൽ. ആ വീഡിയോ ഇട്ടിട്ട് അത് സെൻസേഷനിലാവുമ്പോൾ അവർക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ അടുത്ത് പോകും. എന്തിനാ എന്നെ ഉപദ്രവിക്കണേ, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവര് ഇതുപോലത്തെ 100 കണക്കിന് ആളുകളെ ചെയ്യാണ്. അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഇത്ര തന്നാൽ, ഇത്ര പൈസ തന്നാൽ ഞങ്ങളിത് പിൻവലിച്ചോളാം, മാറ്റിക്കോളാം, എടുത്തോളാം. ഇത് സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ട്, വ്യക്തികൾക്ക് നേരെയുണ്ട്, അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. ഇവർ ഇങ്ങനെ മനുഷ്യനെ 50,000 രൂപ ഈ പറയുന്ന 2 പേരും കൂടെ അബു അരീക്കോടിന് കോളേജിലെ ഫീസ് അടക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അബു അരീക്കോടാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. വീണ്ടും ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇത് നിയമപാലകരിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രതികളെ പിടിക്കാൻ സഹായമാവും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ദയവ് ഇത് ഷെയർ ചെയ്യുക. ഞാനിപ്പോ ഈ അടുത്ത കാലത്തൊന്നും ലൈവിൽ പൊതുവെ വരാത്ത ഒരാളാണ്. ലൈവ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ആളാണ്, പക്ഷെ ഈ അടുത്ത കാലത്തൊന്നും വരാത്ത ആളാണ്. അപ്പോ ഈ പറയുന്ന ആളുകള് ഈ പറയുന്ന സ്ഥാപനത്തിൽ, ഇബ്നു സീന എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പോയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അബു അരീക്കോടിന് കൊടുത്തിട്ടുണ്ട്. അബു അത് തിരിച്ചറിഞ്ഞത് പിന്നീടാണ് എന്നുള്ളത് അബു അരീക്കോട് തന്നെ പറഞ്ഞതിന്റെ വോയിസ് മെസ്സേജ് വീഡിയോ ആയിട്ടുള്ളത് ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്തത് ഈ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ആള്. അപ്പോ ഈ കുറച്ച് കാലം, ദൈർഘ്യമായിട്ടുള്ള കാലം തന്നെ ഈ അബു അരീക്കോട് ഈ 2 പേരുടെ കൂടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തവനൂര് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സമയം മുതൽ പിന്നീട് കുറെ കാലം ഇവരായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് ലീക്കായത് ഈ പറയുന്ന ഇബ്നു സീന എന്ന് പറയുന്ന ഈ മെഡിക്കൽ സെന്ററിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ള കാര്യമാണ് പുറത്ത് ലീക്കായത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പുറത്ത് ലീക്കായത് കൊണ്ട് മാത്രം അത് നമ്മളെല്ലാവരും അറിഞ്ഞു. അപ്പൊ ഈ ഒരു കാലയളവിൽ വേറെയും ഇയാൾ പൈസ മേടിച്ചിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറയുന്ന അബുവിന്റെ കുറ്റമല്ലട്ടാ, ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം. അബുവിന്റെ പിതാവ് ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്, ആളുകൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അയാൾ മതം പഠിച്ച ആ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ അബുവും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അബു നിസ്കാരം, നോമ്പ്, സക്കാത്തും ദിക്റും സലാത്തും ഒക്കെ ചൊല്ലി നടക്കുന്ന ആള് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ആ ഒരു കുട്ടീനെ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളെ കുറ്റം പറയാനൊന്നും ഞാനില്ല, അതിന് ഞാൻ തയ്യാറുമില്ല. മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ, ഈ പറയുന്ന സലീലോ അതുപോലെ ഹൈദർ മധൂരോ ആണ് ഇതിലെ കുറ്റക്കാർ എന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാതിരിക്കാൻ, പിന്നെ ഈ കേസിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ജംഷീർ എന്ന് പറയുന്ന ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ആ ഒരു ID ഉപയോഗിച്ച് ചെയ്യുന്ന ആള് അത് ഡൈവേർട്ട് ചെയ്യാൻ. അല്ലാതെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് അറിഞ്ഞത് ഇതൊരു ലോണുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത്? നിങ്ങളെല്ലാവരും എങ്ങനെ അറിഞ്ഞത്? അയാളുടെ ഒരൊറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് എല്ലാവരും അറിയുന്നത് ലോണുമായി സംബന്ധിച്ച കാര്യമാണെന്ന്. അബു അരീക്കോട് അയാളുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു വോയിസ് മെസ്സേജ് പോലും ഞാൻ കേട്ടതാണ്, എന്നെ അറിയുന്ന ആളുകൾ കേട്ടതാണ്. പിന്നെ ഹക്കീം പട്ടാഭിയുടെ പോസ്റ്റ് കണ്ടില്ല. ഞാൻ എല്ലാത്തിനും, ഞാൻ ഇതിലൊന്നും റീപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ എന്റേതായിട്ടുള്ള കൺക്ലൂഷൻസും ഇതിലുള്ള കാര്യങ്ങളും പിന്നെ തെളിവുകൾ ഓൾറെഡി ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ വിട്ടിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഇവര് സംസാരിക്കണം, ഫോണിൽ സംസാരിക്കണം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന സലീം ബിൻ കാസിമിനെയും അതുപോലെ ഹൈദർ മധൂറിനെയും ഈ പറയുന്ന കുട്ടിക്ക് പേടിയാണെന്നുള്ളത്. പിന്നെ ഈ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും മറ്റുള്ളവരിൽ എത്തിക്കുക. ആ കുട്ടിക്ക് നീതി കിട്ടുന്നവരെ നമ്മൾ ഇത് സെൻസേഷനലായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് നീതി കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത്, 10-500 പേര് കാണുന്നുണ്ട്, നിങ്ങളത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. എനിക്ക് ഒരാളോടും വ്യക്തിവിരോധം ഇതിലില്ല, ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല. ഞാൻ കൃത്യമായിട്ട് അതിലത് ഒരാളും രക്ഷപ്പെട്ടു പോരുത് എന്നുള്ളതുകൊണ്ടാണ്. ഇനി അബു അരീക്കോട്ടിനെ ഇവര് പറയുന്നത്, ഈ ന്യൂസ് ഹാക്കർ എഴുതി വിട്ടിട്ടുള്ള കാര്യം, ലോണുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളുടെ മോർഫ് ചെയ്ത പിക്ചേഴ്സ് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് അബു അരീക്കോട്ടിനെ ഏകദേശം ഒരു 6 കൊല്ലം മുമ്പ് അറിയാം. 6 കൊല്ലം മുമ്പ് ഞാനും അബു അരീക്കോടും ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ രാഷ്ട്രീയ ചർച്ച നടത്തുന്ന സ്ഥലത്ത്
പാണക്കാട് തങ്ങളുടെയും അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും തല വെട്ടിയിട്ട് പന്നിയുടെയും നായയുടെയും രൂപത്തിൽ വെച്ച് ഫിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് അത് രമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല പണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചയിൽ. അന്ന് ഇതേ അബു അരീക്കോടിനെ പോൺ വീഡിയോയിലുള്ള ക്ലിപ്പിംഗ്സിൽ തല വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതേ ഗ്രൂപ്പിലിട്ടപ്പോ ആ ഗ്രൂപ്പിൽ കല്ല് പോലെ നിന്നിട്ട് ചർച്ചകളും അതുപോലെ അതിന് റിയാക്ട് ചെയ്ത അബു അരീക്കോട് ഈ 4 ഫോട്ടോന്റെ പുറത്ത് തല വെട്ടി ഒട്ടിച്ചതും ഏതെങ്കിലും കോണ്ടാക്റ്റിലേക്ക് എന്തെങ്കിലും മെസ്സേജ് ഫേക്ക് ആയിട്ടുള്ളത് അയക്കുന്നത് കാരണം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ഞാൻ എന്തായാലും പൊട്ടനല്ല. നിങ്ങളാരെങ്കിലും അങ്ങനെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. 99% ആളുകളും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അബു അരീക്കോട് ആത്മഹത്യ ചെയ്തത് ഈ ഒരു കാരണം കൊണ്ടല്ലാന്ന്. ആത്മഹത്യ അല്ല എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പോസ്റ്റ്മോർട്ടത്തിന്റെ ഫസ്റ്റ് ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ അത് ആത്മഹത്യയാണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഒരാൾ നിലത്ത് കാല് കുത്തി ജനലില് കയറിട്ട് തൂങ്ങിയിട്ട് എങ്ങനെയാണ് ആത്മഹത്യ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ അതെനിക്ക് അറിയാത്തത് കൊണ്ട് സംശയം മാത്രമായിട്ട് വെക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത് സംശയമായിട്ട് വെക്കുകയാണ്. പിന്നെ ഈ പറയുന്ന ന്യൂസ് ആക്കർ എന്ന് പറയുന്ന ആള് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളതിന്റെ സമയം നിങ്ങളൊന്ന് നോക്കുക. അബു അരീക്കോട് മരണപ്പെട്ട സമയം ഒന്ന് നോക്കുക. എന്നിട്ട് അയാൾ ഈ ഒരു കാര്യത്തിന് ഇട്ടിട്ട് പോലീസുകാർ കൃത്യമായിട്ട് ഏതൊരു വിഷയമാണെങ്കിലും ഇത് ഏത് കേസാണെങ്കിലും പോലീസുകാർ അന്വേഷിച്ച് അതിന്റെ പുറത്ത് തെളിവുകൾ കണ്ടെത്തും, ആ പ്രതിയെ പിടിക്കും, ജയിലിലടക്കും. എന്തെങ്കിലും ചിലപ്പോൾ ജാമ്യം എടുത്ത് പുറത്ത് ചാടുന്ന ചില കുറുക്കന്മാരുണ്ട്. ഭൂരിഭാഗം കേസുകളിലും പ്രതിയെ പിടിക്കാറുണ്ട്, ശിക്ഷ കിട്ടാറുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇതില് ആദ്യം തന്നെ ഇത് എന്താണ് കേസ് എന്താണെന്നുള്ളതൊക്കെ വരുന്നതിന് മുമ്പ് ഡൈവേർട്ട് ചെയ്യാനുള്ള പണിയല്ലേ ഈ പറയുന്ന ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ആള് ചെയ്തിട്ടുള്ളത്. അയാൾ ഒരൊറ്റ പണി ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷം ഇവരൊക്കെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കല്ലെങ്കിൽ അവരെന്നെ പറയട്ടെ, നിന്റെ ജോലി ഇതാണ് എന്നുള്ളത് അവരെന്നെ പറയട്ടെ. എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ടുണ്ടോ? അവർക്ക് ഇത് ഈ അബുവിന്റെ സംസ്കാരം കഴിഞ്ഞപ്പോൾ അവർ പറയണെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ ലൈവ് ഇടും, വീഡിയോ ഇടും എന്നുള്ളത്. അവർക്ക് റീച്ച് ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുക, ലൈക്ക് ഉണ്ടാക്കുക, കമന്റ് ഉണ്ടാക്കുക, ഷെയർ ഉണ്ടാക്കുക. ഇനി ഒരു സെൻസേഷണലായ ഒരു കാര്യം കൂടി ഉണ്ട്. അബുവിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 220K ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ്. അതിൽ നിന്ന് ആവറേജ് എത്ര റവന്യൂ കിട്ടും എന്നുള്ളത് എനിക്കറിയാം. കാരണം എനിക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. എത്ര ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ തരുന്നുണ്ടെന്ന് എനിക്കറിയാം. അബുവിന്റെ ലോൺ എത്രയെന്ന് അറിയോ? നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അന്തം വിട്ടു പോകും. ഞാൻ വീണ്ടും പറയണു, ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. 6000 രൂപയായിരുന്നു അബുവിന്റെ ലോൺ ലയബിലിറ്റി. അതിനു വേണ്ടിയിട്ടാണ് അത്രയും അബു പോയിട്ട് ആത്മഹത്യ ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആർക്കെങ്കിലും അതിന്റെ ലോജിക് ഉണ്ടോ? വെറും 6000 രൂപ 2 ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണാണ് അബു അരീക്കോടിന്റെ ലയബിലിറ്റി. അവന്റെ സ്വന്തം ഭാര്യക്ക്, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്ത ഭാര്യക്ക് ജോലിയുണ്ട്. ആ ജോലിയിൽ 6000 രൂപ എന്തായാലും കിട്ടാതിരിക്കില്ലല്ലോ. അവന് ഫേസ്ബുക്കിൽ 220K ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് റവന്യൂ 6000 കിട്ടാതിരിക്കില്ലല്ലോ. എടോ, അത്ര പോലും അതിന്റെ പകുതി പോലും ഇല്ലാത്ത എനിക്ക് കിട്ടുന്നുണ്ട് അതിനേക്കാൾ മേലെ. പിന്നെ അബുവിനത് കിട്ടാതിരിക്കോ? ഡെയിലി റെഗുലർ ആയിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് ലക്ഷങ്ങളുടെ വ്യൂവേഴ്സ് ഉള്ള അവന്റെ ചാനലിൽ ഇത് കിട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വെറും 6000 രൂപയുടെ ലാബിലിറ്റി ലോണ്, ഓൺലൈൻ ലോണുള്ള 2 ലോണുള്ള അബു അരീക്കോട് ആ പൈസയുടെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും ഇതുണ്ടോ? ആ ഒരാള് പറയാണ് വന്നിട്ട് ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവന്റെ സുഹൃത്താണ്. സുഹൃത്ത് എങ്ങനെയാ അബു അരീക്കോടിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലാസ്റ്റ് സെപ്റ്റംബറിലെങ്ങാണ്ടാണ് കിടക്കുന്നത്. ഭയങ്കര അടുത്ത സുഹൃത്താണ്. നമ്മളൊക്കെ സുഹൃത്തുക്കളായിട്ട് എങ്ങനെയാ ഒന്നെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് അവേഴ്സ് വരെ ഈ അബു അരീക്കോട് എന്ന് പറയുന്ന ആൾ ഓൺലൈനിൽ പോലും വന്നിരുന്നു. അപ്പൊ അയാളുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഈ ഡൈവേർട്ട് ചെയ്തിട്ടുള്ള വിഷയമൊന്നല്ല. ഈ ഹൈദർ മധൂറും സലീം കാസിം എന്ന് പറഞ്ഞ നല്ല പണി അറിയണ കുറുക്കന്മാരാ. ഒരുപാട് പേരെ പറ്റിച്ച് മാത്രം തിന്നുന്ന, ഇന്ന് വരെ ഒരു പണിക്കും പോകാത്ത അവരെ ഞാൻ പറയണത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു പണിക്കും പോയിട്ടില്ല എന്നാണ്. വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ, ആ പ്രൊഫൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ. ഈ 10 കൊല്ലത്തിനടക്ക് അവർ വീടും വെച്ചിട്ടുണ്ട്. അവർ ഗൾഫ് നിർത്തി വന്നിട്ടുള്ള ആളുകളാണ്. ഒരാള് അറബിയുടെ വീട്ടിലായിരുന്നു ജോലി. മാക്സിമം എത്ര കിട്ടുക സാലറി? നിങ്ങളും ചിന്തിച്ചേ. ഒരു 1500 റിയാൽ അല്ലെങ്കിൽ 2000 കൂട്ടിക്കോ. മറ്റോന്റെയും സാലറി സ്കെയിൽ അതായിരുന്നു. അത് വെച്ചിട്ട് കഴിഞ്ഞ 10 വർഷം ഒരു പണിക്കും പോകാത്ത ഇവർ എങ്ങനെയാണ് ഈ വീടുണ്ടാക്കുന്നത്? ആളുകളെ പറ്റിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരുപാട് കേസുകൾ. എന്റെ അടുത്ത് എത്രയോ ആളുകൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് എത്ര കേസുകൾ എന്നറിയോ? അത് വന്നിട്ട് നമ്മളെ അടുത്ത് പറയാണ് 6000 തന്നെയാണോന്ന് എനിക്ക് ഉറപ്പാണ്. 6000 രൂപയാണ് എടുത്തത് എന്ന് പറയുന്നത് അബു അരീക്കോട് പറയുന്നതിന്റെ വോയിസ് മെസ്സേജ് അടക്കം നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, അതുപോലെ
6,000 രൂപ തന്നെയാണ് ലോൺ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. 2 ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനിതിനെ ഒരു ഡാറ്റ ഇല്ല, അതൊരു കാര്യം ഞാൻ പറയില്ല. ദയവ് ഇത് 10-700 പേര് കേൾക്കുന്നുണ്ട്, ഷെയർ ചെയ്ത് മറ്റുള്ളവർ എത്തിക്കണം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം അബു അരീക്കോട് നിങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നമ്മളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു ഫെയിമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമേ അയാൾ സംസാരിച്ചിട്ടുള്ളൂ. അയാൾക്ക് നീതി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൽ രാഷ്ട്രീയമേ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇടണം എന്ന് പറഞ്ഞത് അത് അയാളോട് കാണിക്കേണ്ട ഒരു നീതി ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇടണമെന്ന് പറഞ്ഞത്. അതൊരു അഡ്വൈസ് മാത്രമാണ്, അല്ലാതെ ഞാനത് വിമർശിച്ചതല്ല. ആർക്കെങ്കിലും അത് വിമർശനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിൽ രാഷ്ട്രീയം ഞാൻ കൊണ്ടുവരുന്നില്ല. എത്രയോ ആളുകൾക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പല കാര്യങ്ങളും ചെയ്യുന്ന നിങ്ങളുടെ പാർട്ടിക്കാർക്ക് 6,000 രൂപയുടെ അബു അരീക്കോടിന്റെ ലാബിലിറ്റി തീർക്കാൻ പറ്റില്ലേ? അത് തീർക്കാൻ പറ്റുന്ന കപ്പാസിറ്റി എന്റെ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടുള്ള ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന അബു അരീക്കോടിന് അറിയില്ലേ? ഇനി ഭീഷണിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ പോലും അക്രമം കൊണ്ടാണെങ്കിൽ അക്രമം കൊണ്ട് നേരിടുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ഭീഷണിയോ പ്രശ്നങ്ങളോ ഒരു വിഷയമാവോ? ഇനി എന്തൊക്കെ വിഷയങ്ങൾ, കേസുകളും കാര്യങ്ങളും വരുന്ന ഞങ്ങളെ പാർട്ടിയിലുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. അക്രമം, അടിച്ചാൽ തിരിച്ചടിക്കൽ, അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരേ സ്ഥലത്തും ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, ഒരു പാർട്ടിനെയും ഞാൻ പറയണില്ല. അത് ഞാൻ ഇത് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കൽ എല്ലാ പാർട്ടിയിലും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയാ, പെണ്ണുപിടികളുകൂടി ഇതൊക്കെ എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും ചെയ്യുന്ന കയ്യിലിരിപ്പുള്ള ആളുകൾ ചെയ്തു പോകുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് രാഷ്ട്രീയമാക്കാൻ താല്പര്യമില്ല. പക്ഷേ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾക്ക് വെറും വരുന്ന ദിവസങ്ങളിലേക്കുള്ള റീച്ച് മാത്രമാണിത്. അയാൾക്കത് മാത്രമാണ്. അല്ലാതെ എങ്ങനെയാണ് ഈ പറയുന്ന 6,000 രൂപയുടെ ലോണിന്റെ ലാബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ പോയി എന്നുള്ളത് എങ്ങനെയാണ് അയാൾ അടിച്ചുവിടുക? ഒരാൾ മരിച്ച് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല എന്നുള്ള സമയത്ത് സ്വന്തം ഫേസ്ബുക്കിൽ അതിട്ടിട്ട് അതല്ലാത്ത എന്തെങ്കിലും ഈ പറയുന്ന ന്യൂസ് ഹാക്കർ പോസ്റ്റ് ചെയ്തല്ലാത്ത എന്തെങ്കിലും ഒരു അറിവുണ്ടോ നിങ്ങൾക്ക്? അബു അരീക്കോടിന്റെ മരണം ലോണുമായി സംബന്ധിച്ചിട്ട് മോർഫ് ചെയ്തിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് അബു അരീക്കോട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലെ 4 വരിയല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ന്യൂസ് ഹാക്കർ ഇങ്ങനെ ഒരു കാര്യം ഇട്ടിട്ടുണ്ട്, അയാളുമായിട്ടും അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് ബന്ധപ്പെടാം എന്ന് പറഞ്ഞതിന് അയാൾ എന്റെ കമന്റിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. നീ കുറെ കാലമായി എന്റെ തലയിൽ കയറുന്നു. ഞാൻ ഈ ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ അയാളുടെ തലയിൽ കയറുന്നതൊന്നുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അയാളുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് അവൻ തെറി, ചീത്തവിളി, അത് ഇത് നിനക്കുള്ളത് ഞാൻ തരാം, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിൽ ജനുവനായിട്ടുള്ള ഈ പ്രതികൾ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും രക്ഷപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് പലതവണ അവനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അവൻ മരിച്ചതിന് ശേഷം എനിക്ക് അതിലുള്ള കുറ്റബോധമായിരിക്കാം. കുറ്റബോധം എന്നൊന്നും പറയില്ലേ, ഞാൻ എന്റെ പാർട്ടിയുടെ ആദർശങ്ങളാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ തോന്നി ആ കുട്ടി ഒരു പാവല, എന്ത് ജനുവിനല്ലേ എന്നുള്ളത്. പോരാത്തതിന് അബു അരീക്കോട് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ ഉള്ള ആളാണ്. ആദർശങ്ങളിലും വാക്കിലും നല്ല മൂർച്ച ഉണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പേടിയും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ എന്റേതായിട്ടുള്ള മനസ്സിലാക്കലാണ് പറയുന്നത്. പലരുമായിട്ട് ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് ജോലിയുള്ള, അവന് വരുമാനമുള്ള, മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ലക്ഷങ്ങൾ വാച്ച് ചെയ്യുന്ന അതൊക്കെ ഉള്ള ആള് 6,000 രൂപയുടെ ലാബിലിറ്റിക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ഇതാക്കാൻ പറ്റുക? പിന്നെ അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പൊ ഇന്ന് പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. കൃത്യമായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, പടച്ചോനെ തന്നെ എന്റെ മനസ്സിപ്പോഴും പറയണത്, ഹൈദർ മധൂർ എന്ന് പറയുന്ന വ്യക്തിക്കും അതുപോലെ സലീം ബിൻ കാസിം എന്ന് പറയുന്ന വ്യക്തിക്കും ഇതല്ലെങ്കിൽ ഇതുമായിട്ട് അവനക്ക് പ്രഷർ കൊടുക്കുന്നതിൽ ബന്ധമുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. മുമ്പും അബു അരീക്കോട് തന്നെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. അതിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കളിക്കുന്നുണ്ട്. ഞാനും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം ആ കാര്യം. ഞാൻ എല്ലാവരും അത് ഷെയർ ചെയ്തത് കൊണ്ട് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അവരെ പേടിയാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അവർ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ആ കുട്ടി മരണപ്പെട്ടു പോയി. എന്തായാലും മാക്സിമം ഇത്രയും ആളുകൾ കാണുന്നുണ്ട്. ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാതിരിക്കട്ടെ. അതുപോലെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ തെളിവുകൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാനത് ഫോർവേഡ് ചെയ്ത് തരാം. ഈ പോലീസുകാരൊക്കെ ആയിട്ടുള്ള ആളുകളുടെ അടുത്താണ് പറയുന്നത്. എന്റെ മൊബൈൽ നമ്പർ 8070905020. ഇതാണ് എന്റെ മൊബൈൽ നമ്പർ, എന്റെ വാട്സ്ആപ്പ് നമ്പർ. ആർക്ക് കോൺടാക്ട് ചെയ്താലും ഇതിന് ഇതാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തരാം. പിന്നെ
പലരും നെഗറ്റീവ് കമന്റ് ഒക്കെ അടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്കിത് പൊളിറ്റിക്സ് അല്ല, എനിക്ക് നിങ്ങളോട് തല്ലുകൂടാനും അല്ല ഞാൻ വന്നിട്ടുള്ളത്. ആ ഒരു കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ലൈവിൽ പോലും വരാറില്ല. ഞാൻ വല്ല വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യലാണ്. ഇത് ലൈവിൽ തന്നെ വന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ മാറ്റാനും തിരുത്താനും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണോ വരുന്നത് അത് ജനുവിനാണോ ആ കാര്യങ്ങൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക, പറയുക, നിങ്ങളെ അറിയിക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ ഇടക്കൊക്കെ കയറി വന്ന ആളുകൾ കേട്ടിട്ടില്ലെങ്കിൽ ആദ്യം മുതൽ ഒന്നുകൂടി കേട്ടോളും. എനിക്കിപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ വ്യൂ ചെയ്തെന്ന് വെച്ചിട്ട്, നിങ്ങൾ ലൈക്ക് അടിച്ചെന്ന് വെച്ചിട്ട്, ഫോളോ ചെയ്തെന്ന് വെച്ചിട്ട്, ഞാൻ എല്ലാ അപ്ഡേറ്റും എൻ്റെ ഈ പേജിലാണ് ഞാൻ ഇടാറുള്ളത്. ഫോളോ ചെയ്യേണ്ടവർക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തിട്ട് കൂടാം. പല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഞാൻ UDF പൊളിറ്റിക്സിലുള്ള ഒരാളാണ്, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ അബു അരീക്കോട് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായ ഇടതുപക്ഷക്കാരനാണ്. അയാളുടെ ഈ ദാരുണ അന്ത്യത്തിൽ കൃത്യമായ ഗൂഢാലോചനയും കാര്യങ്ങളും ഉണ്ട്. അയാൾക്ക് പ്രഷർ കൊടുത്ത് ആത്മഹത്യയാണെങ്കിൽ അയാൾക്ക് പ്രഷർ കൊടുത്തതിന്റെ സാഹചര്യങ്ങളും സാധ്യതകളുമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഏത് കാര്യത്തിനും തെളിവാണെങ്കിൽ തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത്, ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന വ്യക്തി അയാൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അബു അരീക്കോട് എന്ന് പറഞ്ഞവനെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു പോലീസിനില്ലാത്ത, ഒരു കൂട്ടുകാർക്കില്ലാത്ത, ഒരു നാട്ടുകാർക്കില്ലാത്ത, ഒരു കുടുംബക്കാർക്കില്ലാത്ത, സ്വന്തം ഭാര്യയ്ക്ക് പോലും ഇല്ലാത്ത ഈ ഒരു ഇൻഡിക്കേഷൻ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടിട്ട് എല്ലാ ആളുകളും അത് ചർച്ച ചെയ്ത് അതിന്റെ പിന്നാലെ പോയിട്ട് ഈ കേസ് തന്നെ ശരിക്കും യഥാർത്ഥമായിട്ടുള്ള വഴി ഏതാന്നുള്ളത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന് അത് കാരണമായിട്ടുണ്ട്. ചിലപ്പോൾ അത് ആയിരിക്കാം, ഞാൻ അതിന് പൂർണ്ണമായിട്ട് തള്ളി പറയുന്നില്ല. പക്ഷേ അത് ആ ഒരാളത് ചെയ്യാൻ പാടില്ലായിരുന്നു. അയാളെ സംബന്ധിച്ചിട്ട് അയാൾ ഒരു പണിക്കും പോകാത്ത ആളാണ്. അയാൾക്ക് റീച്ചും ഫോളോവേഴ്സും ഇതൊക്കെ ഉണ്ടെങ്കിലേ അയാൾക്ക് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിലാണ്. നമ്മളെന്നും പോലല്ല, ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന, എനിക്ക് സ്വന്തമായിട്ട് ജോലിയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നോക്കേണ്ടത് കമന്റ് ഉണ്ടെങ്കിൽ. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞത്, ഞാൻ കൃത്യമായി ഞാൻ ലീഗുകാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, UDFകാരനാണ്. പക്ഷേ ഈ കാര്യത്തിന് ഞാൻ പറഞ്ഞില്ല, ആ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ള ഒറ്റ ആവശ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലിടുന്നത്. ഒരു പാർട്ടിക്കാരെയും ബ്ലെയിം ചെയ്യാനോ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ ഞാനില്ല. തീർച്ചയായിട്ടും ഇത് അങ്ങനെ എടുക്കരുത്. ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുക. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ആര് പോസ്റ്റ് ഇട്ടാലും അതൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സെൻസേഷനിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അന്വേഷണം എന്ന് പറയുന്നത് ഊർജിതമാവുള്ളൂ, ഒന്ന് മൂർച്ച കൂടുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണവും പ്രഷറും കാര്യമൊക്കെ വരുള്ളൂ. അത് ഭരണകൂടത്തിൽ നിന്നാവട്ടെ ജനങ്ങളിൽ നിന്നാവട്ടെ ഒരു സെൻസേഷനിലായിട്ട് ഇത് നിർത്തുക. നാളെ എനിക്കോ നിങ്ങൾക്കോ ഇത് വരരുത്. എന്ത് കാരണം, ലോണാണെങ്കിലും ആരെങ്കിലും പറ്റിച്ചതാണെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്താണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കോ ഇത് വരരുത് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ദയവ് ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുക. ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവർക്കും കേട്ട് ഇരുന്ന ആളുകൾക്ക്, ഷെയർ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ കൂടേണ്ടവരായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഫോളോ അടിച്ച് കൂടെ ഇനി ഫർദർ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനിതിൽ അറിയിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, ആ കുട്ടി തൂങ്ങിക്കിടന്നിരുന്നത് അയാളുടെ കയ്യിൽ ബ്ലഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാല് നിലത്ത് തട്ടിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം ഇരിക്കുന്ന പോലെയാണ് തൂങ്ങിക്കിടന്നിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതൊരിക്കലും ഒരു ആത്മഹത്യയായിട്ട് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ആത്മഹത്യ ആയിരിക്കാം. ഇനി അതിന്റെ കാരണം എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ആത്മഹത്യയാണെങ്കിൽ. അല്ലാതെ ആ കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പാർട്ടിയെയും നേതാക്കന്മാർ പലതവണ പല രീതിയിൽ അയാൾ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട്. ജീവിച്ചിരിക്കുന്നതിനോടാണ് വിരോധവും ഒക്കെ ഉള്ളത്. മരണപ്പെട്ട ഒരാളുടെ അടുത്ത് നമ്മൾ അതിന്റെ നീതി എന്ന് പറയുന്നത് ഇനി എന്തോ ലെറ്റ് ഇറ്റ് ബി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം പറ്റാവുന്നവർ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. ഇത് ചർച്ചയാവണം, ആളുകൾ ഇത് നോക്കി കാണണം. എന്നിട്ട് ആ കുട്ടിക്കൊരു നീതി കിട്ടണം. അവൻ്റെ ഉപ്പ പോലും പറയണേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ കുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല എന്നാണ്. 6000 രൂപയുടെ ലോണിൻ്റെ കാര്യത്തിന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ബേസിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും അബു അരീക്കോട്ടിനെ പോലെ കല്ലുപോലത്തെ ഒരു മനുഷ്യൻ ഒരിക്കലും ഈ കാരണങ്ങൾ കൊണ്ടൊന്നും ആത്മഹത്യ ചെയ്യില്ല. എന്തായാലും താങ്ക് യു വെരി മച്ച്.